വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഡിസംബർ 18-ാം തീയതി നമ്മുടെ CSIR ഫിസിക്സിൻ്റെ എക്സാം നടക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒരു മാസത്തോളമാണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ലേ. അപ്പം 1.5 മാസം എന്ന് പറഞ്ഞാലും എല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം ഒരു മാസത്തോളമാണ് നമ്മുടെ മുമ്പിൽ പ്രിപ്പറേഷനായിട്ട് ഉള്ളത്. അപ്പോൾ ഇനിയുള്ള ഒരു മാസക്കാലം നമ്മുടെ പ്രിപ്പറേഷൻ എത്രത്തോളം ഇൻറ്റൻസ് ആവണം എന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിച്ചത്രയും പഠിച്ചു തീർന്നോ? നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾ എല്ലാം നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റിയോ? നമ്മളുടെ തീരുമാനങ്ങൾ അനുസരിച്ച് നമ്മുടെ പോർഷൻസ് നീങ്ങുന്നുണ്ടോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഇനി അവസാനത്തേക്ക് അടുക്കും തോറും നമ്മൾ പോർഷൻസ് തീരാതെ വെച്ചുകൊണ്ടിരുന്നാൽ ടെൻഷൻ കൂടും. നമ്മൾ പഠിക്കാത്തതിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ കുറഞ്ഞ് നമ്മൾ പരാജയത്തിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഇപ്പോഴേ പഠനം ഒന്നുകൂടി ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ട സമയമാണ്. കാരണം ഈ ഒരു മാസക്കാലം വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ആരോഗ്യാവസ്ഥയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം. വേറെ ഇനി അസുഖങ്ങളൊന്നും പിടിപ്പിക്കാതെ ഇനിയുള്ള ഒരു മാസക്കാലം കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ തന്നെ ഒന്ന് റീഫ്രെയിം ചെയ്ത് വെച്ചോണം ഇപ്പോഴേ. കാരണം ഇനിയുള്ള ഒരു സമയം നമുക്ക് റിവിഷൻ്റെ സമയമാണ്. പഠിക്കാനുള്ളത് പഠിച്ച് തീർക്കേണ്ട സമയമാണ്. നമ്മൾ പഠിക്കാതെ വിട്ട കാര്യങ്ങൾ ഒന്നുകൂടി പഠിക്കേണ്ട സമയവുമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു മാസക്കാലം കൊണ്ട് നമ്മൾ തീർക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മൾ ഇനി എഴുതാവുന്നത്രയും മോഡൽ എക്സാമുകൾ എഴുതാനായിട്ടുള്ള സമയവും ഈ ഒരു മാസക്കാലം കൊണ്ട് കണ്ടുപിടിക്കുകയും വേണം. അപ്പോൾ CSIR ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്രത്തോളം മോഡൽ എക്സാമുകൾ എഴുതുന്നോ അത്രത്തോളം നിങ്ങൾ വിജയിക്കാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. സോ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചോണം. ഇനി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ കൂടുതൽ സമയം ചിലവഴിച്ചോണം. അപ്പോൾ ഞാൻ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊരു 10 മണിക്കൂറൊക്കെ പഠിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇനി ഈ 10 മണിക്കൂറിൽ കാര്യങ്ങൾ നടപ്പാകില്ല. കൂടുതൽ സമയം ഇരുന്ന് പഠിച്ചോണം. ഒരു 10 മണിക്കൂർ എന്നുള്ളത് ഒരു 15 മണിക്കൂറാക്കിയാലും ഒരു പ്രശ്നവുമില്ല. ഉറക്കമൊക്കെ നല്ലപോലെ അങ്ങ് കുറയ്ക്കുക. ഈ വർക്ക് ചെയ്യുന്നവരൊക്കെ കാര്യം നമ്മുടെ ശരീരത്തോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണെങ്കിലും നമ്മുടെ ഭാവിയെ കണക്കിലെടുക്കുമ്പോൾ നമ്മളിപ്പോൾ കുറച്ച് സമയം ഒന്ന് സ്ട്രഗിൾ ചെയ്താലും പ്രശ്നമില്ലാതെ എനിക്ക് തോന്നുന്നു. ഉറക്കമൊക്കെ ഒന്ന് കുറച്ച് കൂടുതൽ സമയം ഇരുന്ന് പഠിച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് റിവൈസ് ചെയ്ത് മെമ്മറൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മെമ്മറൈസ് ചെയ്ത് ഓർത്തെടുക്കാനായിട്ട് ഈ കുറച്ച് സമയം ഇനി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇത്രയും കാലത്തെ നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നും റിവിഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ, ചെയ്ത പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ, നേരത്തെ നമ്മൾ പഠിച്ച ടിപ്പുകളും ട്രിക്കുകളും ടാക്ടിക്സും ഒക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈ മാസം നവംബർ മാസം 12-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ഒരു ഫ്രീ വെബിനാറുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആ വെബിനാറിൽ ഞാൻ നിങ്ങളോടൊപ്പം കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനും ഇനി നിങ്ങൾ എങ്ങനെ മൂവ് ചെയ്യണം എന്ന് നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ ഈ വെബിനാറിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് ഉറപ്പാക്കുക. നമുക്ക് ആ വെബിനാറിൽ കണ്ടുമുട്ടാം. അപ്പോൾ ആ വെബിനാറിൽ ആക്റ്റീവായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എങ്കിലേ നമുക്ക് ആ വെബിനാറിൽ 100% സക്സസ് അവകാശപ്പെടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിച്ച് പ്രോബ്ലംസൊക്കെ സംശയമുള്ള പ്രോബ്ലംസൊക്കെ നിങ്ങൾ കൊണ്ടുപോരെ. നമുക്ക് അവിടെ വെച്ച് ആ പ്രോബ്ലംസൊക്കെ ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കാം. ടെൻഷൻസൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ടെൻഷൻ അനുഭവിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക്, നേരത്തെ ഇത് കടന്നുപോയ ഒരാളെന്നുള്ള നിലയ്ക്ക് അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആ വെബിനാറിൽ നിങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കുക. നമുക്ക് നവംബർ മാസം 12-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് കണ്ടുമുട്ടാം.